കൊണ്ടുവരും തീർച്ചയായിട്ടും. നേരത്തെ വന്നിട്ടുണ്ടോ? അത് ഫസ്റ്റ് ടൈം? 2 മണി തൊട്ട് നിൽക്കുകയാണ് ഇവിടെ ക്യൂ. 2 മണി തൊട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അനങ്ങുന്നില്ല അല്ലേ? അനങ്ങുന്നില്ല. ഫ്രീ ആയിട്ടുള്ള കൊടുക്കൂലേ? ഫ്രീ ആയിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. എന്താണ് ആറ്റുകാൽ പൊങ്കലിനെ കുറിച്ചുള്ള അഭിപ്രായം? ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇന്ന് മാർച്ച് 13, 2025 ആറ്റുകാൽ പൊങ്കാല. എക്സോഡി പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ മുന്നിലാണ് കേട്ടോ. എൻ്റെ പുറകെ കാണുന്നതാണ് അമ്പലം. ഇവിടെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ്. വൈകുന്നേരം ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ പല സ്ഥലത്തു നിന്ന്, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആറ്റുകാൽ അമ്മയെ കാണാനും തൊഴാനും അതുപോലെ തന്നെ നാളെ പൊങ്കാലിടാനും വേണ്ടി ഉള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ്. ഇപ്പോൾ അമ്പലത്തിൽ ദേവിയെ കാണാനുള്ള ക്യൂ ആണ്, നല്ല തിരക്കാണ്. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ തിരക്ക് എത്രത്തോളാണെന്ന്. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണിത്. ഇന്നും നാളെയൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും അടുക്കാനേ പറ്റില്ല, അത്രത്തോളം തിരക്കുണ്ട്. കണ്ടില്ലേ, കുറേ കാണുന്ന കാഴ്ച കണ്ടില്ലേ. ഇതാണ് ആറ്റുകാൽ അമ്പലത്തിൻ്റെ മുൻഭാഗം കേട്ടോ. നമ്മളിപ്പോൾ കണ്ടില്ല അമ്പലത്തിനുള്ളിലെ ക്യൂ, നല്ല തിരക്കാണ്. ഇവിടുത്തെ ക്യൂ ഇവിടെ മാത്രമല്ല, കണ്ടില്ല അവിടെ കുറേ ആൾക്കാർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഭാഗത്ത് നിൽക്കുന്ന അത്ര ആൾക്കാർ ഇപ്പുറം കയറി ഇങ്ങനെയാണ് വരേണ്ടത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ മെയിൻ സ്റ്റേജാണ് കേട്ടോ ഇത്. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, പിന്നെ അപ്പുറത്ത് മൂന്നാമതൊരു സ്റ്റേജ് അപ്പുറത്തും കൂടെ ഉണ്ട്. 2 മണി തൊട്ട് നിൽക്കുകയാണ് ഇവിടെ ക്യൂ. 2 മണി തൊട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അനങ്ങുന്നില്ല അല്ലേ? അനങ്ങുന്നില്ല. കാരണം ഇവര് ഏറ്റവും തുടക്കത്തിലാണെന്ന് പറയാം. ഇവിടെ സ്റ്റേജിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ആർസിന്ന്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്യൂ പല ഇങ്ങനെ കറങ്ങിയാണ് സ്റ്റേജിലേക്ക് ഫ്രണ്ടിലേക്ക് എത്തുന്നത്, നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. കണ്ടില്ലേ, ഇവര് 2 മണി തൊട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാ. നാളെ എന്തായാലും ആറ്റുകാൽ പൊങ്കാലയുണ്ട്. നാളെ കുറച്ച് അച്ചടക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല. ഒരു പ്രത്യേകിച്ച് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് തിരക്കുണ്ട്. ഇവിടെ ദേവി തൊഴാനൊക്കെ ഉള്ള ആൾക്കാർ പല ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് ഇന്നലെയും ഇന്നും. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്, നല്ല റഷാണ്. എന്ന് വെച്ചാൽ 2, 3, 4, 5 മണിക്കൂറായിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവം നാളെയും മറ്റന്നാളും കൊണ്ട് അവസാനിക്കുകയാണ്. നാളെ 9ാമത്തെ ദിവസമാണ് പൊങ്കാല. കണ്ടില്ല, ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ അടുക്കാൻ പറ്റില്ല, അമ്മാതിരി തിരക്കാണ്. മറ്റന്നാളോടുകൂടെ ഉത്സവത്തിൻ്റെ കൊടി ഇറക്കുകയാണ്. അരെ എവിടെ നിന്ന്? എറണാകുളത്ത് നിന്നാ? എപ്പോഴാണ് വന്നത്? രാവിലെ. ദേവിയെ കണ്ട് തൊഴാൻ പറ്റിയോ? ഇതുവരെയും പറ്റിയിട്ടില്ല. നാളെയും തൊഴാനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ. എത്ര പേരുണ്ട് എല്ലാവരും കൂടെ? 20 പേര്. ഫുൾ ടൈം ഇവിടെ തന്നെയാണോ കിടക്കാറൊക്കെ? ഇന്നലെ വന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, വലിയ ഉപകാരം, താങ്ക് യു. ഇവിടെ നല്ല തിരക്കാണെങ്കിലും നല്ല രസമായിട്ട് ഇവിടുത്തെ ഒരു ആഘോഷം, ഈ ഒരു ഫെസ്റ്റിവൽ മൂഡൊക്കെ നല്ല വൈബാണ്. കാരണം വർഷത്തിൽ ഒരു തവണയല്ലേ ഒരു ഉത്സവവും ഇങ്ങനെ ഇത്രയും തിരക്കൊക്കെ ഉള്ളൂ. കാരണം നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഒരു ഉത്സവത്തിൻ്റെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഉത്സവമാണ്, വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവരുടെയൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ഇട്ട് എല്ലാവരും നല്ല വൈബാണ്. പൊട്ടി. വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തപ്പോൾ പിള്ളേർ എനിക്ക് ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാൻ തന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്.
അടിപൊളി, നല്ല മധുരവും അടിപൊളി ടേസ്റ്റ്. എന്താണ് ആറ്റുകാൽ പൊങ്കലിനെ കുറിച്ചുള്ള അഭിപ്രായം? സൂപ്പർ, ഞങ്ങൾ എല്ലാ വർഷവും ഇറങ്ങാറുള്ളതാ. എപ്പോ കുറെ നേരമായി വന്നിട്ട്. ഞാൻ കുറച്ച് നേരം വന്നിട്ട് അതുകൊണ്ട് നമ്മുടെ ചേട്ടനോട് ഗൈസ്, ഇന്ന് പൊങ്കാല ദിവസമാണ്. അതായത് മാർച്ച് 13-ാം തീയതി പുലർച്ചെ 2:45 കേട്ടോ. കണ്ടോ, ഇന്നത്തെ ദിവസം രാത്രി ഫുള്ള് ഇവിടെ നല്ല ഓണാണ്, നല്ല വൈബാണ്. എല്ലാവരും ഇപ്പോൾ കുളിച്ച് റെഡിയാവുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ ഇനി അടുത്ത് വീണ്ടും 2 മണിക്ക് നട അടച്ചിട്ടുണ്ട്. ഇനി വീണ്ടും 5 മണിയാകുമ്പോൾ നട തുറക്കും. അത് കഴിഞ്ഞ് പൊങ്കാലയുടെ ഒരുക്കങ്ങളും രാവിലെ ഒരുങ്ങി, അതുപോലെ പാലൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യേണ്ട തിരക്കിനാണ് ഇപ്പോൾ ആൾക്കാർ ഓടി നടക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര റഷുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ പുലർച്ചെ 3 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നേരെ വീട്ടിൽ പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് വീണ്ടും ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരണം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ മെയിൻ എൻട്രൻസിൻ്റെ മുമ്പിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നട 2 മണിയായപ്പോൾ തന്നെ അടച്ചു. ഇനി അടുത്ത് 5 മണി വരെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഇപ്പോൾ കറക്റ്റ് 10:15 തന്നെയാണ് പണ്ടാരടുപ്പിൽ എന്തായാലും തീ കൊളുത്തിയത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാനിവിടെ എത്തിയതും. കാരണം കുറച്ച് നടക്കേണ്ടത്, വണ്ടി ഒന്നും അകത്തേക്ക് പ്രവേശനമില്ല. സോ കുറച്ച് അപ്പുറത്തേക്ക് വണ്ടി വെച്ചിട്ട് ഞാൻ കുറച്ചൊരു 1/4 കിലോമീറ്റർ നടന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഗൈസ്, ഇന്നലത്തെ ദിവസം ഇവിടെ ഫുള്ള് നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. അതായത് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ സമയം നേരെ മറിച്ചത് ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ. കണ്ടില്ലേ, വെയിലിനൊരു കുറവുമില്ല ഇപ്പോഴും. ഗൈസ്, ഇവിടെ പൊങ്കാലിടുന്ന ആൾക്കാർക്ക് എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരും തിരുവനന്തപുരം നഗരസഭയും എല്ലാം എല്ലാ സമയത്തും സജ്ജമായിട്ടിരിക്കുന്നുണ്ട്. തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആറ്റുകാലമ്മയുടെ നടയിൽ പൊങ്കാലിടുന്ന ആൾക്കാരാട്ടോ. പടർന്ന് വസ്ത്രങ്ങളിലും മറ്റും പിടിക്കാതെ
ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചൂടടിച്ച് എൻ്റെ അടപ്പളപ്പി കണ്ണൊക്കെ കണ്ടില്ലേ? അയ്യോ നല്ല ആവി. ഇതാണ്ട അവസാനത്ത് അവിടെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് കയറിയതാണ്. പുറത്താ എല്ലാവരും പൊങ്കാലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ കണ്ട അടിപൊളി. കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താണ് തലകറങ്ങിയൊക്കെ വീഴുന്നിട്ട് ഇങ്ങനെ ഫയർഫോഴ്സിലെ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആഹാരം കഴിക്കാഞ്ഞിട്ടാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പിന്നെ വെയിലിൻ്റെ ചൂട് കാരണം വരും. തുടങ്ങിയവ നാട്ടുകാൽ പോലീസ് കൺട്രോൾ റൂമിൽ കാത്തു. ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാവരും പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ വന്ന് പോയിട്ടുണ്ട്. പൊങ്കാലയൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചിലരൊക്കെ കഴിഞ്ഞു. ബാക്കി ഇനി നിവേദിക്കാനുള്ള സമയം കാത്തിന് വെയിറ്റിംഗ് ആണ്. 1:15 കേട്ടോ നിവേദിക്കുന്ന സമയം. 1:15. ഓക്കെ ചേച്ചി എവിടെ നിന്നാ? സ്ഥലം എവിടെയാ? കൊല്ലം ജില്ല ഊട്ടുമല. ഓക്കെ ഇവിടെ എപ്പോഴാ വന്നത്? അപ്പോൾ ഇന്നലെ 12:30 12:30 ഓക്കെ. എന്തൊക്കെ എത്തവണ ഉണ്ടാക്കുന്നത് പ്രസാദം പൊങ്കാലയ്ക്ക്? സാധാ പായസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹായ് ജി സ്ഥിരമായിട്ട് പൊങ്കാല ഇടാറുണ്ടോ? ആദ്യമായിട്ട് വരണാണോ? എവിടെ നിന്നാ? സ്ഥലം എവിടെയാണ്? കോഴിക്കോടോ? ഇത്രയും കാലമായിട്ടും ഫസ്റ്റ് ടൈം ആയിട്ടാ പറഞ്ഞത്? കൊറേ കൊല്ലങ്ങളായി ഇടുന്നവര് പരിചയപ്പെട്ട് മോളെ കല്യാണം കഴിഞ്ഞ് അവള് ഇതിട്ടപ്പോഴത്തേക്ക് ഒക്കെ അവള് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് പൊങ്കാലാണ്. അപ്പൊ ഇനി അടുത്ത വർഷം വരാൻ തോന്നുന്നുണ്ടോ? എന്തായാലും വരും. ഓള് എനിക്ക് വേണ്ടി നേർന്നാണ് കോഴിക്കോടല്ലേ? ഇനിയും കൂട്ടി വരാന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്ന് ഫസ്റ്റ് ടൈം ഇടുകയാണ്. അപ്പൊ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇതിന്റെ ഒരു നല്ലൊരു സമാധാനം. ദേവി മുമ്പൊക്കെ അമ്മ നമ്മളെ കൂടെ ഉണ്ടാവും. ഉണ്ടാവട്ടെ. പ്രസാദം ഈ ചക്കരച്ചോറ് തന്നെയാണ്. ചോറ് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഒന്നും അറിയില്ല. നമുക്ക് അറിയണ പോലെ ഇടുക, അത്രേ ഉള്ളൂ. നമ്മൾക്ക് അമ്മയ്ക്ക് നമ്മൾ എന്തിട്ടാലും നിവേദ്യം തന്നെയല്ലേ അതിനെ കൊണ്ട്. ആദ്യമായിട്ട് ഇടണ സരിത. താങ്ക് യു. എന്റെ പേര് ഗീത. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതേമാതിരി എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു. അപ്പൊ എനിക്ക് ഇനി അടുത്ത വർഷം വരാനുള്ള ഇഷ്ടമുണ്ട്. അമ്മ അനുഗ്രഹിക്കട്ടെ. ഓ ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ടും തൊഴുത് വന്നപ്പോഴും തൊഴുത്. ഞങ്ങൾ ഒരുമിച്ചാ. ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് വരുന്നത്. ഭയങ്കര സന്തോഷം. അമ്മന്റെ അനുഗ്രഹം നല്ലവണ്ണം ഉണ്ടാവും. പൊങ്കാല നിവേദ്യമൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഭക്തജനങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ദേവിയെ തൊഴാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇനി അങ്ങോട്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്, അതായത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഇതിനടുത്ത് തൊഴാനുള്ള ക്യൂ ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ചേച്ചി ചോറൊക്കെ എവിടെ നിന്ന് മേടിച്ച് കിട്ടിയേ? വാങ്ങിച്ചതാണോ? എവിടെ നിന്ന് വാങ്ങിച്ചോണ്ടത്? വീട്ടിലൊക്കെ തരൂല്ലേ? എല്ലാ വർഷവും അവര് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. എവിടെ വന്നാ ഇപ്പൊ? ഞാൻ വന്നത് കിളിമാനൂര്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞാൻ ഒറ്റയ്ക്ക്. എപ്പോഴാണ് ഇവിടെ വന്ന് സ്ഥലം പിടിച്ചത്? വെളുപ്പിനെ 3 മണി. ഓക്കെ ഓക്കെ. ഞാനിപ്പോ
പുറത്ത് നല്ല വെയിലാണ്ട് ഉള്ളിലേക്ക് കയറി റെസ്റ്റ് എടുക്കണത്. ഇവിടെ എന്താ ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവരൊക്കെ മലപ്പുറത്ത് നിന്നല്ലേ? കറക്റ്റ് സ്ഥലം എവിടെയാണ്? മലപ്പുറം മേലാറ്റൂര്. പേരെന്താണ്? ദിനില. ആ മാമിയുടെ ഗിരിജ. ഇത് എത്രാമത്താണ് ഇവിടെ വരുന്നത്? ആദ്യത്താണ്. അതിന് മുമ്പ് വന്നിട്ടില്ല. അപ്പം എങ്ങനെയാണ് അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആണ്. അപ്പൊ ഇനി അടുത്ത കൊല്ലവും വരും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പായിട്ടും. എങ്ങനെയുണ്ട് വെയിലും ചൂടൊക്കെ? പ്രശ്നം തോന്നി, മാനേജ് ചെയ്തു. ഇവിടെ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ പറഞ്ഞത്? നല്ല എക്സ്പീരിയൻസ് ഇഷ്ടമായി. കഴിച്ചോ? വെള്ളം കഴിക്കണല്ലേ? അറിയണില്ല ഇവിടെ വന്നപ്പോ. ആണല്ലേ? ഓക്കെ. എപ്പോഴാ വന്നത്? ഇന്നലെയാണോ? ഇന്നലെ രാത്രി അവിടെ ഞങ്ങള് ട്രെയിൻ കയറി രാജറാണി. ഇന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങൾ എത്തി. നേരെ ഇവിടെ വന്നു. അടുത്തവിടെ ഒരു വീട് ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത് തരലുണ്ട്. നല്ല ആൾക്കാരവര്. എവിടെ പൊങ്കലിട്ടത്? നാടെ തന്നെ. ഓക്കെ. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഇനി അടുത്ത കൊല്ലവും വരിക കേട്ടോ. കഴിച്ചപ്പോൾ സമയം 1:15 നിവേദിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നിവേദിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിവേദിച്ച് കഴിഞ്ഞു. നിവേദിച്ച് ഉടനെ തന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിക്കാം. നേരത്തെ വന്നിട്ടുണ്ടോ? അത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇനി അടുത്ത വർഷം ഉറപ്പായിട്ടും വരുമോ? വരും. സന്തോഷം. ആഹാ, ഉറപ്പായിട്ടുണ്ടോ? ഓക്കെ. തൊഴാൻ പറ്റില്ലോ അല്ലേ? ഇന്നലെയോ? നേരത്തെ പരിചയപ്പെട്ട മലപ്പുറത്ത് നിന്ന് വന്ന ടീംസാണ് ഇവര്. കണ്ടില്ലേ? ഇവരുടെ പ്രസാദം കേട്ടോ. എല്ലാരും ഹാപ്പി അല്ലേ? അടുത്ത വർഷം വരാൻ നോക്കാം. ആണല്ലേ? വരാൻ നോക്കല്ലോ. ഉറപ്പായിട്ടും വരുമോ? ഓക്കെ, ഉറപ്പായിട്ടും വരുമല്ലോ. ആപത്തൊന്നും വന്നില്ലെങ്കിൽ വരും. ആപത്തൊന്നും വരില്ല, ഒന്നും ഉണ്ടാവില്ല. അതെ ഉറപ്പായിട്ടും ഉണ്ടാവും. ആ, താങ്ക് യു. ഒത്തിരി സന്തോഷം. കണ്ടല്ലേ? പ്രസാദമൊക്കെ കിട്ടി. ഓരോരുത്തരായിട്ട് പ്രസാദമൊക്കെ തരുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴും കിട്ടി. കണ്ടല്ലേ? ഇപ്പോൾ നിവേദിച്ച പായസമൊക്കെ തിരിച്ച് പാത്രങ്ങളിലേക്ക് ആക്കിയിട്ടല്ലേ പോവുക? അതോ ഇതോടെ കൊണ്ടുപോകണോ? ഇതോടെ കൊണ്ടുപോകും. ഓക്കെ. ഇതേ പാത്രത്തോട് ഇതേ ചട്ടിയോട് കൂടെ തന്നെ ഇവർ കൊണ്ടുപോവാണ്. എല്ലാവരും മിക്കവരും അങ്ങനെ തന്നെ ചെയ്യാറ്. കണ്ടല്ലേ? അപ്പോൾ അവരിനി എല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ച് പോകാനുള്ള, എത്രയും പെട്ടെന്ന് പോകാനുള്ള പരിപാടിയിലാണ്. ചിലർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, ചിലർ കഴിച്ചിട്ടില്ല, ചിലർ ഇനി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ തിരക്കിന് മുന്നേ തന്നെ പോകാനുള്ള പരിപാടിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. നെടുമ്പങ്ങാട ഇവിടെ തന്നെ അല്ലേ? പായസം മാത്രമാണ് ഉണ്ടാക്കിയത്? എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, സന്തോഷം. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പൊങ്കാല ദിവസം കൂടെ ഇതാ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി വീണ്ടും അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി ഇത്തവണത്തെ പൊങ്കാല? ഹാപ്പിയാണോ? ആദ്യമായിട്ടാണോ അതോ സ്ഥിരമായിട്ട് വരുന്നത് തന്നെയാണ്? ഓക്കെ ചേച്ചി, സ്ഥലം എവിടെയാണ്? ഓക്കെ. എല്ലാവരും സന്തോഷത്തോടെയാണ് മടങ്ങുന്നത് കേട്ടോ. ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് 10, 15, 20 വർഷമായിട്ട് പൊങ്കാല ഇടുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ഇപ്പോൾ. നമ്മുടെ സ്റ്റോളിലുള്ള മച്ചാനാണ് കേട്ടോ. നല്ല കമ്പനിയാണ്. ഇവിടെ ആൾക്കാർക്കൊക്കെ മച്ചാൻ ഫ്രീ ആയിട്ട് വെള്ളമൊക്കെ കൊടുക്കുമെന്നാണ് പറയണം. ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കൂലേ? അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പൊങ്കാല ദിവസം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത പൊങ്കാല വിശേഷങ്ങളുമായിട്ട് അടുത്ത വർഷം വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.